Excellence is not a skill. It is an attitude. ചിന്തകനും എഴുത്തുകാരനും മോട്ടിവേഷൻ സ്പീക്കറുമായ റാൽഫ് വാൾഡോ എമേഴ്സൺ പറഞ്ഞതാണ് പ്രസിദ്ധമായ ഈ വാചകം. എന്നുവെച്ചാൽ വലിയ കഴിവോ പരിചയമോ അധ്വാനമോ ഒന്നുമില്ലെങ്കിലും ശരിയായ മനോഭാവം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയവും മികവും ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഇതിനർത്ഥം. അങ്ങനെ പലരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിലൊന്നും വലിയ കാര്യമില്ല, ഞാൻ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ഇങ്ങനെയാണ് നിങ്ങളുടെ മനോഭാവം എങ്കിൽ ഈ കഥ ഒന്ന് കേൾക്കൂ. അതിനുള്ള മനോഭാവം എങ്കിലും കാണിക്കൂ. എന്തായാലും ഒരു കഥയല്ലേ കേട്ടുകളയാം. ഒരിക്കൽ ഒരു രാജാവ് തന്റെ അയൽരാജ്യം സന്ദർശിക്കാൻ തീരുമാനിച്ചു. അയൽ രാജാവ് അദ്ദേഹത്തിനായി ഒരു വമ്പൻ സദ്യ തന്നെ ഒരുക്കിയിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ രാജാവ് തന്റെ സൂപ്പിന്റെ പാത്രത്തിൽ ഒരു പ്രാണി വീണു കിടക്കുന്നത് കണ്ടു. രാജാവ് കുപിതനായി പാചകക്കാരനെ വിളിപ്പിച്ചു. പാചകക്കാരൻ പറഞ്ഞു, അല്ലയോ രാജാവേ, ഞാൻ പാചകം ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുന്നത് വരെ പ്രാണിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വീണതായിരിക്കാം. അല്പസമയത്തിനകം അദ്ദേഹത്തിന് നിയന്ത്രണം വിട്ടു പെരുമാറിയതിൽ പശ്ചാത്താപമായി. രാജാവ് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഇത് നിത്യസംഭവമാണ്. ചെറിയ ഒരു പ്രാണിക്ക് പോലും എന്റെ മാനസികാവസ്ഥയെ വളരെ പെട്ടെന്ന് തകർക്കാൻ കഴിയും. അയൽ രാജാവ് വളരെ ജ്ഞാനിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഞാൻ അങ്ങേക്ക് ഒരു ചെറിയ ഉപദേശം തരട്ടെയോ? ഇവിടെ അങ്ങയുടെ മാനസികാവസ്ഥയെ തകിടം മറിച്ചത് പ്രാണി അല്ല, മറിച്ച് ഈ സംഭവത്തോടുള്ള താങ്കളുടെ പ്രതികരണമാണ്. നമ്മുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കാൻ നമ്മുടെ വികാരങ്ങളെ അനുവദിക്കാതിരിക്കുക. ഇപ്പോൾ സംഭവിച്ചത് അതാണ്. താങ്കളുടെ വാക്കുകളുടെ നിയന്ത്രണം താങ്കളുടെ വികാരങ്ങൾ ഏറ്റെടുത്തു. ഫലമോ എന്തു പറയണമെന്നോ എന്ത് പ്രവർത്തിക്കണം എന്നോ തീരുമാനമെടുക്കാനുള്ള കഴിവ് താങ്കൾക്ക് ഒരു നിമിഷ നേരത്തേക്ക് നഷ്ടപ്പെട്ടു. ഇത്തരം അവസ്ഥകളിൽ അല്പനേരത്തേക്ക് നാം നമ്മുടെ വാക്കുകളെയും ചിന്തകളെയും പിടിച്ചു നിർത്തുക. അല്പനേരം ശാന്തമായിരിക്കുക. ഞാൻ എന്തു പറയണമെന്നും പ്രവർത്തിക്കണം എന്നും ചിന്തിച്ചു തീരുമാനമെടുക്കാനുള്ള സമയമാണിത്. അങ്ങനെ ആയാൽ ഒരിക്കലും നമ്മുടെ മാനസികാവസ്ഥ മോശമാവില്ല. ഒരിക്കലും നാം പറയാൻ ആഗ്രഹിക്കാത്ത വാക്കുകളും ചെയ്യാൻ ആഗ്രഹിക്കാത്ത പ്രവൃത്തികളും നമ്മുടെ പക്കൽ നിന്നും പുറത്തു പോവില്ല. നമുക്ക് പുറമേയുള്ള സാഹചര്യങ്ങൾ മാറ്റാൻ സാധ്യമല്ല, എന്നാൽ അവയോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ മാനസികാവസ്ഥ മാറാതിരിക്കാൻ നമ്മുടെ വികാരങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കുക വഴി സാധിക്കും. അങ്ങനെ നമ്മുടെ പുറമേയുള്ള സാഹചര്യങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ നമുക്ക് വേണമെങ്കിൽ സാധിക്കും. രാജാവിന് തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റു മനസ്സിലായി. അദ്ദേഹം തന്റെ ചിന്തകളും വാക്കുകളും സൂക്ഷിച്ചു കൈകാര്യം ചെയ്യാൻ പഠിച്ചു. ക്രമേണ കൂടുതൽ നല്ല ഒരു ഭരണം കാഴ്ചവയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മനക്കരുത്ത് എന്നാൽ നാം തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നതുപോലെ നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ മറ്റുള്ളവരെ അടക്കി ഭരിക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ വികാരങ്ങളെ അടിച്ചമർത്തി പുറമേക്ക് ശാന്തരായി ഭാവിക്കുന്നതോ അല്ല. വികാരങ്ങളുടെ കടൽ ചിലപ്പോഴൊക്കെ പ്രക്ഷുബ്ധമായേക്കാം. എന്നാൽ കാലാവസ്ഥ എത്ര പ്രതികൂലമായാലും കപ്പലിനെ സുരക്ഷിതമായി കരയ്ക്കടുപ്പിക്കാനുള്ള കപ്പിത്താന്റെ കഴിവാണത്. ചിലരെ കണ്ടിട്ടില്ലേ, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഒച്ചയുയർത്തിയും ഭീഷണിപ്പെടുത്തിയും മറ്റുള്ളവരെ അടക്കി ഭരിക്കുന്നവർ. ചെറിയ കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുന്നവർ. ഇത്തരക്കാരെ നല്ല മനക്കരുത്ത് ഉള്ളവർ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ മനക്കരുത്തില്ലായ്മയാണ് ഇവിടെ പ്രകടമാകുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഇതിനു പിന്നിലെ ന്യൂറോ സയൻസ് ഒന്നു നോക്കാം. നമ്മുടെ തലച്ചോറിന്റെ അമിഗ്ദല, നിയോകോർട്ടെക്സ് എന്നീ രണ്ടു ഭാഗങ്ങളാണ് വികാരവിക്ഷോഭങ്ങൾ ഉണ്ടായേക്കാവുന്ന എന്തെങ്കിലും സന്ദർഭങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ പ്രവർത്തിക്കുന്നത്. ഇമോഷണൽ മെമ്മോറിസ്, വികാരപരമായ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് അമിഗ്ദല. നിയോകോർട്ടെക്സ് ആകട്ടെ യുക്തിപരമായി ചിന്തിച്ചു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഭാഗവും. എന്തെങ്കിലും പ്രകോപനപരമായ കാരണങ്ങൾ മൂലം നമുക്ക് ദേഷ്യം വന്നു എന്നിരിക്കട്ടെ. പെട്ടെന്ന് തന്നെ നമ്മുടെ അമിഗ്ദല ആക്റ്റീവ് ആയി നമ്മുടെ തലച്ചോറിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള തലച്ചോറിന്റെ ഭാഗത്തേക്കുള്ള സിഗ്നലുകൾ മിര ആവുന്നു. അമിഗ്ദലയുടെ പ്രവർത്തനഫലമായി ശരീരത്തിലും മനസ്സിലും വളരെയധികം മാറ്റങ്ങൾ നിമിഷങ്ങൾക്കകം നടക്കുന്നു. ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നമ്മൾ വളരെയധികം ഇമോഷണൽ ആയി പ്രതികരിക്കുന്നു. വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു. എന്നാൽ അല്പസമയത്തിനകം നിയോ കോർട്ടെക്സ് ആക്ടിവേറ്റ് ആകുന്നു. യുക്തിപരമായ ചിന്തകൾ ഉണരുന്നു. വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പറഞ്ഞുപോയ അബദ്ധങ്ങളെ ചൊല്ലി പശ്ചാത്തപിക്കുന്നു. അമിഗ്ദല ഹൈജാക്ക് എന്ന് ഓമന പേരിട്ടു വിളിക്കുന്ന ഈ പ്രതിഭാസത്തിന് ഇരയാവാറുണ്ട് പലപ്പോഴും നമ്മളിൽ പലരും. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് അവലംബിക്കാവുന്ന ചെറിയ ഒരു ടെക്നിക് 6 സെക്കൻഡ്സ് റൂളിനെപ്പറ്റി പറയാം. എന്തെങ്കിലും വികാരപരമായ ട്രിഗർ ഉണ്ടാകുമ്പോൾ 6 സെക്കൻഡ് നേരത്തേക്ക് അമിഗ്ദലയുടെ പ്രലോഭനങ്ങളിൽ കുരുങ്ങി ഇമോഷണലായി പ്രതികരിക്കുകയില്ല എന്ന് തീരുമാനിക്കുക. ഈ 6 സെക്കൻഡിനകം ചിന്തിച്ചു തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന നിയോ കോർട്ടെക്സ് ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങും. അമിഗ്ദലയുടെ പ്രവർത്തനം പതിയെ കെട്ടടങ്ങും. ഇനി നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ മാത്രം നിയന്ത്രണത്തിലാവും. ഈ 6 സെക്കൻഡ് ചെറിയ ഒരു ബ്രീത് ഔട്ട് പ്രാക്ടീസ് ചെയ്യാം.
അല്ലെങ്കിൽ തന്റെ മനസ്സിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെപ്പറ്റി മാറിനിന്ന് സ്വയം ചെറിയ ഒരു അവലോകനം നടത്താം. ഓർക്കുക, മറ്റുള്ളവരുടെ വാക്കുകളോ പ്രവൃത്തികളോ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല, എന്നാൽ അവയോടുള്ള നമ്മുടെ പ്രതികരണം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഇത്തരം പരിശീലനങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ കടത്തിവിട്ടാൽ എത്ര വലിയ വികാരവിക്ഷോഭങ്ങൾ ഉണ്ടായാലും ശാന്തമായിരിക്കാൻ നമുക്ക് കഴിയും. ഒരിക്കൽ ഒരു ഗുരുവിന്റെ അടുക്കൽ ഒരു യുവാവെത്തി. അയാൾ വളരെയധികം സങ്കടത്തോടെയും നിരാശനുമായി കാണപ്പെട്ടു. അയാൾ പറഞ്ഞു തുടങ്ങി, ഗുരോ, ജീവിതം വളരെ ദുസ്സഹമായി തോന്നുന്നു. പ്രശ്നങ്ങളും പരാജയങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും എന്നെ വിടാതെ പിന്തുടരുകയാണോ എന്ന് ഞാൻ ഭയക്കുന്നു. ഗുരു അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളവുമായി വന്നു. അതിൽ അല്പം അധികം ഉപ്പ് കലക്കിയിരുന്നു. യുവാവിനോട് അത് കുടിച്ചു നോക്കാൻ ആവശ്യപ്പെട്ടു. അമിതമായ ഉപ്പ് കാരണം അയാൾക്കത് കുടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഗുരു പറഞ്ഞു, അത് ഒഴിച്ചു കളഞ്ഞേക്കൂ. പക്ഷേ യുവാവ് പറഞ്ഞു, വേണ്ട ഗുരോ, അത് ഒഴിച്ചു കളയേണ്ടതില്ല, പകരം അല്പം അധികം മധുരം കലക്കിയാൽ മതി. ഉപ്പിന്റെ സ്വാദ് കുറഞ്ഞു കിട്ടും. ഗുരു ചിരിച്ചു. ഈ സമീപനം തന്നെയാണ് നീ നിന്റെ ജീവിതത്തോടും പുലർത്തേണ്ടത്. ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വയം കാരണങ്ങൾ കണ്ടെത്തി ജീവിതത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുക. നിരാശകൾ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷയുണർത്തുന്ന കാര്യങ്ങൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുക. നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ലാഭങ്ങൾ കൊയ്യാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുക. പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ വിജയിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുക. ആ മുളങ്കൂട്ടങ്ങളെ നോക്കൂ. ഗുരു പുറത്തേക്ക് വിരൽ ചൂണ്ടി. ഈ മുളകളിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. എത്ര വലിയ കൊടുങ്കാറ്റിലും അവ കടപുഴകി വീഴുകയില്ല, കാരണം അവക്കറിയാം കൊടുങ്കാറ്റിനെ എതിർത്തു തോൽപ്പിക്കാൻ തങ്ങൾക്ക് കഴിവില്ലെന്ന്. അതുകൊണ്ടവ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് സ്വയം വളയുന്നു. കാറ്റ് ശമിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം ഇതാണ്. പുറമേയുള്ള സാഹചര്യങ്ങളോടെതിരിടാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ നമ്മളെ സ്വയം പ്രാപ്തരാക്കുക. റൂമി ഒരിക്കൽ പറഞ്ഞിരുന്നു, ഇന്നലെ ഞാൻ ബുദ്ധിമാനായിരുന്നു, അതിനാൽ ലോകത്തെ മാറ്റാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇന്ന് ഞാൻ ജ്ഞാനിയാണ്, അതിനാൽ ഞാൻ എന്നെ തന്നെ മാറ്റുകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രയാസങ്ങളും സാധാരണമാണ്. അവയെ തരണം ചെയ്യാതെ ഒരിക്കലും കരുത്തരാകുവാൻ സാധ്യമല്ല. വിജയം എന്നാൽ പ്രശ്നങ്ങൾ ഇല്ലാതെ, പ്രതിസന്ധികളില്ലാതെ ശാന്തമായി നീങ്ങുന്ന ജീവിതമല്ല, മറിച്ച് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ധൈര്യപൂർവ്വം നേരിടാനുള്ള കരുത്തും സന്നദ്ധതയുമാണ്. നമ്മുടെ പുറമേയുള്ള സാഹചര്യങ്ങൾ എന്തായിരുന്നാലും അവയോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ കരുത്ത് തെളിയിക്കുന്നത്. പ്രശ്നങ്ങളില്ലാതെയാക്കുന്നതിലല്ല നമ്മുടെ മിടുക്ക്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തക്കവിധം സ്വയം കരുത്തരാകുന്നതിലാണ്. വീണുപോകുന്നതിൽ തെറ്റൊന്നുമില്ല, എന്നാൽ വീണിടത്തുനിന്നും ആർജവത്തോടെ എഴുന്നേറ്റു കുതിക്കാനുള്ള ശക്തിയാണ് യഥാർത്ഥ കരുത്ത്. വീഴ്ചകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. പരാജയങ്ങളെ വിജയത്തിന്റെ പുതിയ കഥകൾ രചിക്കാനുള്ള റഫറൻസ് ബുക്കായി കരുതുക. പുതിയ ലക്ഷ്യങ്ങൾ നിർണയിക്കുക. പൂർവാധികം ശക്തിയോടെ അവയ്ക്കു നേരെ കുതിക്കാൻ തയ്യാറാവുക. വേദനിപ്പിക്കുന്ന ഭൂതകാലം നമുക്കു തന്ന അനുഭവങ്ങൾ ഒരിക്കലും അവഗണിക്കേണ്ടതല്ല എന്നറിയുക. അവ നമ്മളിൽ ഉണ്ടാക്കിയ മുറിവുകൾ മറന്നേക്കുക. പക്ഷേ നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ ഒരിക്കലും മറക്കരുത്. അത്തരം അനുഭവങ്ങളുടെ തീച്ചൂളകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു പുറത്തുവരുന്ന നമ്മൾ കൂടുതൽ കരുത്തരും ജീവിത പാഠങ്ങൾ ഉൾക്കൊണ്ട് ഏതൊരു പ്രതിസന്ധിയെയും ശാന്തമായി നേരിടാൻ തക്കവിധം വളർന്നവരുമായി മാറിയിരിക്കും. ഒരിക്കൽ ഒരു രാജാവ് 2 പഞ്ചവർണ്ണ കിളികളെ വാങ്ങിച്ചു. അവയിൽ ഒരെണ്ണം നന്നായി പറന്നു നടക്കുന്നുണ്ടായിരുന്നു. മറ്റേത് ആകട്ടെ ഒരിക്കലും പറക്കാൻ ആകാതെ മരച്ചില്ലയിൽ തന്നെ സദാസമയം ഇരിപ്പായി. കൊട്ടാരത്തിലെ പരിശീലകരൊക്കെയും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അതിനെ പറക്കാൻ പഠിപ്പിക്കാൻ ആയില്ല. അങ്ങനെയിരിക്കെ രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. പക്ഷിയെ പറക്കാൻ പഠിപ്പിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും. വിളംബരം കേട്ട് ഒരു കൊച്ചു ബാലൻ രാജാവിനടുത്തെത്തി. അവൻ പറഞ്ഞു, രാജാവേ, ഞാൻ പക്ഷിയെ പറക്കാൻ പഠിപ്പിക്കാം. രാജാവിന് ചിരി വന്നു. ഈ കൊച്ചു ബാലനോ? എങ്കിലും അദ്ദേഹം സമ്മതിച്ചു. അവൻ പക്ഷിയെ അല്പസമയം നിരീക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, എനിക്കൊരു കോടാലി തരൂ. രാജാവ് അത്ഭുതപ്പെട്ടു. എന്തിനാണ് ഇവൻ കോടാലി? കോടാലി കൊണ്ടുവന്നു. ബാലൻ പതിയെ മരത്തിൽ കയറി പക്ഷി ഇരുന്നിരുന്ന മരച്ചില്ല വെട്ടിമുറിച്ചു. അത്ഭുതമെന്നു പറയട്ടെ, മരച്ചില്ല മുറിഞ്ഞ നിമിഷം പക്ഷി ഉയരത്തിൽ പറക്കാൻ തുടങ്ങി. എല്ലാവരും അത്ഭുതപരതന്ത്രരായി. ബാലൻ പറഞ്ഞു, രാജാവേ, ആ ചില്ലയായിരുന്നു പക്ഷിയുടെ ഏക ആശ്രയം. ഇനി തനിക്ക് വിശ്രമിക്കാൻ ചില്ലയില്ലെന്ന തിരിച്ചറിവ് പക്ഷിക്ക് തന്റെ ചിറകുകളുടെ കരുത്ത് തിരിച്ചറിയാൻ കാരണമായി. പലപ്പോഴും നാം ഇരിക്കുന്ന ചില്ലകൾ വെട്ടിമാറ്റപ്പെടുന്നത് നമ്മുടെ കരുത്തു തെളിയിക്കാനുള്ള അവസരമായി മാറാറുണ്ട്. നാം അതിനെ പ്രതിസന്ധിയെന്നും പ്രതികൂല സാഹചര്യമെന്നും വിലയിരുത്താറുണ്ടെങ്കിലും അത്തരം കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മുടെ വളർച്ചാഘട്ടങ്ങളിലെ നാഴികക്കല്ലുകളാണെന്ന് തിരിച്ചറിയുക.
ജീവിതത്തിൽ കഠിനമായ അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നില്ല എങ്കിൽ സ്വയം നമ്മൾ കഠിനമായ പരിശീലനങ്ങൾ നിരന്തരം സ്വയം നൽകിക്കൊണ്ടേയിരിക്കുക. ഇത് നമ്മുടെ മനക്കരുത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഉദാഹരണമായി, നമ്മുടെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യുക, പുതിയ ഭാഷ പഠിക്കുക, പുതിയ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നിങ്ങനെ. മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്നിവ നമ്മുടെ തലച്ചോറിന്റെ ഘടനയിലും പ്രവർത്തനത്തിലും സ്ഥായിയായ മാറ്റങ്ങൾ വരുത്തുന്നുവെന്ന് ന്യൂറോ സയൻസ് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇത് നമ്മുടെ തലച്ചോറിന്റെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് തുടങ്ങിയവ വർദ്ധിപ്പിക്കുന്നു. സ്വാഭാവികമായും ഇത് നമ്മുടെ മനക്കരുത്ത് മികച്ച രീതിയിൽ വർദ്ധിപ്പിക്കുന്നു. കൂടാതെ സെൽഫ് കമ്പാഷൻ, ഫോർഗിവ്നെസ് പ്രാക്ടീസ്, കൃത്യമായ വ്യായാമം, നല്ല ഉറക്കം, ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങൾ, അങ്ങനെ നല്ല മനക്കരുത്തിനാവശ്യമായ ജീവിത വിജയത്തിന് ആവശ്യമായ ശീലങ്ങളുടെ പട്ടിക നീളുകയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ സ്വയം ചെയ്യുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പേഴ്സണൽ മെന്ററുടെ സഹായം തേടും. മണി ടെക് അക്കാദമിയിലെ വിദഗ്ധരായ മെന്റർസ് നിങ്ങളുടെ സഹായത്തിന് ഉണ്ടാകും. താൽപ്പര്യമുള്ളവർ 7907536093 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.